ദൈവം അത് രണ്ടും എടുത്തു കളഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് ഉടുപ്പിലാണെങ്കിൽ വലിയ അങ്ങനെ ഇരുന്ന് കണ്ടാൽ മതി. എനിക്ക് അങ്ങനെ ഇരുന്നാൽ മതി. ഒന്നും സാരമില്ല. ഇത് ഫോട്ടോ അല്ല പറ്റോ വലിയ ഇത് വീഡിയോ എന്ന് പറയും. ചലിക്കുന്ന ചിത്രങ്ങളല്ലേ. അതാ കാരണം വല്യപ്പച്ചനെ ഉള്ളു കൊടുത്തിൽ ഇപ്പം ആകെപ്പാടെ ഒരു അപ്പച്ചനായിട്ടുള്ളത്. വല്യപ്പച്ചനെ കണ്ടിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വല്യപ്പച്ചു നല്ല ഇപ്പോഴും നല്ല ആണോ? എന്നെ മനസ്സിലായോ വല്യപ്പച്ചോ? വല്യപ്പച്ചോ എന്നെ പിടികിട്ടിയോ? ആരാന്നാണ് എന്നെ പിടികിട്ടിയോ? ആളിനെ പിടികിട്ടി. രാജുവിന്റെ മകനല്ലേ? അതെ ഇളയ മോനാ. ഇളയ മോൻ. എഞ്ചിനീയർ, ജോലി എഞ്ചിനീയറിംഗ് അല്ലേ? അത് തന്നെ. അപ്പച്ചൻ അറിയാം. എന്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലിപ്പച്ചനെ ഞങ്ങൾ അവിടെ അമേരിക്കയിൽ ഒരു കൊടുവത്തിന്റെ കുടുംബയോഗം നടത്താൻ പ്ലാനുണ്ട്. നടത്താനൊരു ഐഡിയ ഉണ്ട്. കുടുംബയോഗം അമേരിക്കയിൽ കൊടുവത്ത് കുടുംബയോഗം അങ്ങ് നടത്താനൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ വല്യപ്പച്ചനെ ഉള്ളല്ലോ. ഇപ്പൊ അപ്പച്ചനായിട്ട് നിങ്ങൾ 9 പേരില്ലേ? 9 പേരിൽ വല്യപ്പച്ചനെ ഉള്ളല്ലോ. വേറെ പ്രശ്നമൊന്നും ഇല്ല. അതെ കൊടുത്ത ഏരിയ വീട്ടുകാരനായിരുന്നു. അപ്പച്ചോ കൊടുത്ത ഏരിയയുടെ വീട്ടുകാരനായിരുന്നു. കൊടുവത്തെന്നായിരുന്നു. അപ്പൊ എന്നാ തൊമ്മനെ ദത്തെടുത്താണോ? ആണോ? വല്യപ്പച്ചനെ അപ്പച്ചനെ പറ്റി ഓർക്കുന്ന എന്നെങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. ഈ അപ്പച്ചന്റെ വളരെ മകനല്ലേ ഞാൻ. അതെ 9 പേര് ഓർക്കുന്നുണ്ടോ? പിന്നെ 9 പേര് 11 പേരാ ആകെ. 11 മക്കളാ. അതെ മൂത്ത ചേട്ടന്റെ പേരനായിരുന്നു. മൂത്ത ചേട്ടന്റെ പേരനായിരുന്നു ഈശോ. അതിനെ കുശാപ്പി എന്നാ വിളിക്കുന്നത്. രണ്ടാമത്തെ ആളോ? ഓരോരുത്തരുടെ പേരെന്ന് പറയാമോ പറ്റോ? ഓരോരുത്തരുടെ പേര് പറയാമോ? ആരുടെയാ? 9 പേരുടെ. പിന്നെ 9 പേരോ ചേട്ടന്മാരല്ലേ? അതെ അപ്പച്ചൻ 9ാമത്തെ ആളല്ലേ? 9ാമത്തെ ആളല്ലേ അപ്പച്ചൻ? എനിക്ക് 9ാമത്തെ ആളാണോ അപ്പച്ചൻ? അല്ല, 11ാമൻ. 11 മക്കളായി അപ്പനും അമ്മയ്ക്കും. അതെ 9 ആണും 2 പെണ്ണും. അതിനൊക്കെ കഥയുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം പറയാനുണ്ട്. 5ാമത് ഒരു പെണ്ണ്. അപ്പൊ 5ാം പെണ്ണിനെ കെഞ്ചിയാലും കിട്ടുകയില്ലെന്ന. 5ാമത്തെ പെണ്ണെന്ന് പറഞ്ഞാൽ അവള് ഭാഗ്യവതിയാന്ന പ്രമാണം. അപ്പൊ 4 ആണ് കഴിഞ്ഞിട്ട് 5ാമത് പെണ്ണ്. പിന്നെയും 4 ആണ് കഴിഞ്ഞിട്ട് 10ാമത് പെണ്ണ്. 11ാമത് ഞാൻ. അങ്ങനെയാ 11 മക്കള്. വളർത്തി കാണില്ലേ? അയ്യോ, എന്നോടുണ്ടായിരുന്ന അപ്പന്റെ അമ്മയുടെ സ്നേഹം അതിൽ വിശേഷിച്ച് അമ്മയെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരമ്മ ലോകത്താർക്കും കാണുകയില്ല. അത്ര വലിയ സ്നേഹമാണ് എന്നോടുള്ള. അമ്മയ്ക്കുണ്ടായ സ്നേഹം അപ്പനും അങ്ങനെയായിരുന്നു. അപ്പനും നല്ല സ്നേഹമായിരുന്നു. എന്നാൽ അമ്മയാണ് പിന്നെയും. അപ്പൻ അങ്ങ് 67 ആയപ്പം മരിച്ചുപോയി. 67 വയസ്സായ. അപ്പച്ചന്റെ ഏത് പ്രായമായിരുന്നു? അപ്പച്ചന്റെ ഏത് വയസ്സായിരുന്നു അത്? അപ്പൊ അതെനിക്കിപ്പോ ഓർമ്മയില്ല. അപ്പൊ എനിക്ക് എത്ര വയസ്സ് പറയാം. എനിക്ക് അന്നേരം 93 വയസ്സുണ്ടോ അപ്പച്ചന്? ഇപ്പൊ അപ്പച്ചന് 92 വയസ്സുണ്ടെന്നോ? 92 വയസ്സ് പൂർത്തിയാകാൻ പോകുന്നു അടുത്ത മാസത്തിൽ. അന്ന് എനിക്ക് 13 മറ്റോ വയസ്സുണ്ട്. എത്രയോ. അയ്യോ, അപ്പൊ അപ്പച്ചന്റെ യങ് സമയത്താ പോയല്ലേ? ചെറുപ്രായത്തിലാ? ചെറുപ്പത്തിലാ പോയത്. എപ്പോഴും അപ്പച്ചനോ വല്യപ്പച്ചനെ ഓർക്കുന്നുണ്ടോ? പിന്നെ അപ്പച്ചനെ ഓർക്കുന്നുണ്ടോന്ന്. 14 വയസ്സായപ്പോ ഞാൻ വാദ്യാര. 14 വയസ്സായപ്പം ഞാൻ വാദ്യാര. വല്യപ്പച്ചന്റെ അപ്പച്ചനെ എവിടെയായിരുന്നു തറവാട്?
കോട്ടയം കൊല്ലാട്ട്. അപ്പം കൊല്ലാട്ടുകാരനാണ്. കൊല്ലാട്ടുകാരൻ ഏത് വീട്ടുകാരായിരുന്നു? കൊല്ലാട്ടുകാർ വരയന്നൂർ എന്നായിരുന്നു പഴയ തറവാട്ട് വീട്ടുപേര്. വരയങ്കുന്നോ? വരയന്നൂർ. 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 ആ പഴയ തറവാട്ട് വീട്ടുപേരാ. അത് കഴിഞ്ഞിട്ട് അവര് ബദലായിട്ട് വന്ന് കയറി. ഇതെന്തിനാ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു? അതെ അപ്പച്ചൻ പറഞ്ഞൊക്കെ റെക്കോർഡ് ചെയ്യാ. ആണോ? എന്നാ ഒന്ന് പലത് പറയാനുണ്ട്. ഇന്ത്യയിൽ വന്നു കർത്താവിന്റെ ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചു. പല ശിഷ്യന്മാരല്ലേ, 12 ശിഷ്യന്മാര്. അതിൽ പലര് പേരും പല സ്ഥലത്തേക്കാ പോയത്. അതിൽ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ഇന്ത്യയിൽ വന്ന് പല സ്ഥലങ്ങളിലും പള്ളി സ്ഥാപിച്ചു. അതിൽ ഒരു പള്ളിയാണ് തിരുപ്പള്ളിയിലെ നിലയ്ക്കൽ പള്ളി. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചതാണ് നിലയ്ക്കൽ പള്ളി. കുറച്ച് തെക്ക. അവിടെയാണ് നമ്മുടെ പൂർവീകന്മാര് താമസിച്ചിരുന്നത്. ഈ നിലയ്ക്കൽ പള്ളിയിൽ അവിടെ അടുത്താണ് നമ്മുടെ പൂർവീകന്മാര് താമസിച്ചിരുന്നത്. അവരവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും പോയി. അവിടെ ചെറിയ ചില പ്രാണികളുടെ ഉപദ്രവം ഉണ്ടായി. ചില ക്ഷുദ്ര പ്രാണികൾ അവർ കുത്തുക, ചില ചില ചെറിയ പുഴുക്കളുണ്ടല്ലോ കടിക്കുകയത് എന്ന് പറഞ്ഞതുപോലെ ആ സ്ഥലത്തെ ക്ഷുദ്ര പ്രാണികളുടെ ഉപദ്രവം വന്നിട്ട് കടക്കപ്പുറത്തില്ലെന്നായപ്പം ഓരോരുത്തരും അവർ പല സ്ഥലങ്ങളിലേക്ക് മാറി. ആ കൂട്ടത്തിൽ ഒരു കൂട്ടര് അവിടെ നിന്ന് മാറി വന്നിട്ട് പുതുപ്പള്ളിയാണോ? അല്ല, പുതുപ്പള്ളിയല്ല, ഈരാറ്റുപേട്ട കുറച്ച് കിഴക്കോട്ട് മാറിയ അവിടെ വന്നു. അവിടെ നിന്ന് പിന്നെ ഒരു കൂട്ടർ മാറി വന്ന അതിരമ്പഴ. അവിടെ വന്നു. അവിടെ നിന്ന് ഒരു കൂട്ടര് മാറി അക്കരെ മുട്ടമ്പലത്ത് കാഞ്ഞരത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അതിലൊരു കൂട്ടര് കൊല്ലാട്ടിന് കയറി. കൊല്ലാട്ട് വന്ന് അവര് താമസിച്ചു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടരാ കൊല്ലാട്ട് വന്നത്. ആ കൊല്ലാട്ട് വന്ന കൂട്ടരെയാണ് വരയന്നൂരെന്ന് പറയുന്നത്. അവര് വന്ന് കൊല്ലാട്ട് താമസം. കൊല്ലാട്ട് വരും. അപ്പൊ കൊല്ലാട് എങ്ങനെ കിടക്കുക? വെറും കാട് പിടിച്ച് കിടക്കുക. ആരും അതിന് ഉടമസ്ഥരില്ല. ഓരോരുത്തരും വന്ന കൊല്ലാട് മുഴുവൻ അവരുടെയാണെന്നും പറഞ്ഞ് അവര് കൈവശപ്പെടുത്തോണ്ടിരിക്കുക. ഈ നമ്മുടെ പൂർവികന്മാർ അവര് വന്ന് കൊല്ലാട് മുഴുവൻ അവരുടെ കയ്യില്. ഒരു വലിയ വിഷമക്കാരായിരുന്നു, മോശക്കാരൊന്നുമല്ല. നല്ല കുടിയന്മാരും എല്ലാവരും ആയിരുന്നു. എന്ത് ആക്രമണം ചെയ്യാനും മടിയുമില്ലാത്തവരായിരുന്നു. അങ്ങനെ അവർ താമസിച്ചു. അപ്പം കൊല്ലാട്ട് ഇവിടെ ഈ കൊല്ലാട്ട് പോയ കാട്ടുജാതിക്കാരോ അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരിവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പം അവര് കൊല്ലാട്ട് അങ്ങനെ നമ്മുടെ പൂർവികരെ കൊല്ലാട്ട് കുടുംബമായിട്ട് അപ്പൊ അവര് പലരായി, അവര് പല വീട്ടുകാരായി. അങ്ങനെ ഓരോരുത്തരും അവിടെ നിന്ന് പിന്നെയും മക്കളായിട്ട് കുടുംബമായി കൊല്ലാട്ട് പല കുടുംബക്കാരായി. അങ്ങനെ താമസിച്ചു. അങ്ങനെ ഇവര് വലിയ വിഷമക്കാരാന്ന് ഞാൻ പറഞ്ഞല്ലോ. അക്രമികളാ. ഒരു മടിയില്ല. തല്ലാനാണെങ്കിലും എന്ത് പോക്കൃത്തരം കാണിക്കാനാണെങ്കിലും ഒരു മടിയിലില്ലാത്ത കൂട്ടരാ. മറ്റുള്ളവർക്കെല്ലാം പേടിയായി വരെ. അങ്ങനെ ഇരുന്നു. അപ്പോഴേ അക്കരെ രവന്തപുരിയിൽ നിന്ന് പാറക്കൽ നിന്ന് ഒരു കൂട്ടര് ഇക്കരെ കയറി താമസിച്ചു. കൊല്ലാട്ട് കയറി താമസിച്ചു. പാറക്കൽ നിന്ന് ഒരു കൂട്ടര്. അവരാണ് ഈ ചെമ്പകശ്ശേരിക്കാരെന്നും നടുവിലാപ്പറമ്പുകാരെന്നൊക്കെ പറയുന്നത്. ചെമ്പകശ്ശേരി കേട്ടിട്ടില്ലേ? ചെമ്പകശ്ശേരിക്കാരൻ അവരായിപ്പോ ഉള്ളത് കൊണ്ടാട്ടുള്ളത്. ചെമ്പശ്ശേരി കൊച്ചുമറ്റും അറിയാമോ? വൈദ്യകാല കീഴധാരണ വൈദ്യക്കാരും അവര് കൊണ്ടാട്ടിപ്പോ നല്ല കുടുംബക്കാരാണ്. പിന്നെ പാറക്കാരൻ അവരാ പാറക്കാരായി ചെമ്പശ്ശേരിയും നടുവിലാപ്പറമ്പും. പിന്നെ ഒരു കൂട്ടര് കൈതേക്കാരൻ. അവര് വലിയ കേമന്മാരാണ്. അവര് ഒരു കൂട്ടര് അവരിവിടെ വന്നു. അങ്ങനെ കൈതേക്കാരായിരുന്നു അന്ന് പണക്കാരും നല്ല ആളുകളായിട്ട് ജീവിച്ചിരുന്നത്. അങ്ങനെ അവര് താമസിച്ചു.
നമ്മൾ ഇവിടെയും താമസിച്ചു. അങ്ങനെ വന്നു വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പം അത് നമ്മുടെ അപ്പൻ്റെ വർഗമായി പറയുന്ന വരയന്നൂര്. ഈ വരയന്നൂരെന്ന് പറയുന്ന വർഗം അങ്ങനെ അവരിൽ നിന്നും മക്കളായി പല കുടുംബക്കാരായി. അവരിൽ ഒരു ഭാഗക്കാരാണ് കരിങ്ങോത്ത് എന്ന് പറയും. ഒരു കൂട്ടർ കരിങ്ങോത്ത് എന്ന് പറയും. പിന്നെ അങ്ങനെ ഓരോരുത്തരുമായിട്ട് മാറി താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഈ കൊല്ലാട്ട് ഇവിടെ താമസിക്കുന്നു. കൊല്ലാട് മുഴുവൻ അടക്കി താമസിക്കല്ലേ ഈ വരയന്നൂക്കാര്. അവരടക്കി താമസിക്കുന്നവരാ. അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ കൊടുവത്തീശോ എന്ന് പറയുന്ന ഒരാള്, കൊടുവത്തീശോ, അത് അക്കരെ എരമല്ലൂർ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അത് തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് അതായത് അക്കരെ കരയാ. ഈ നമ്മുടെ കര കഴിഞ്ഞാൽ പിന്നെ 2 പാടമാണ്. ഒരു തോടും 2 പാടവുമാണ്. അതിന്റെ അക്കരെയാണ് എരമല്ലൂർ. എരമല്ലൂർ കഴിഞ്ഞാൽ പിന്നെ പുതുപ്പള്ളി. അങ്ങനെ കൊടുവത്തീശോ എന്ന് പറയുന്ന ആള് എരമല്ലൂർ വന്ന് താമസിച്ചു. അയാൾ പുതുപ്പള്ളി ഇടവക്കാരനാണ്. അയാൾക്ക് എക്സൈസിൽ ഏതാണ്ട് ഒരു ചെറിയ ജോലിയുണ്ട്, പ്യൂണോമറ്റാ. അതുകൊണ്ട് ഷാപ്പിലൊക്കെ പോയാൽ കുടിക്കാനൊക്കെ സൗകര്യം കിട്ടും. ഇവരോ നല്ല കുടിയന്മാരുണ്ട് നമ്മളെ പലയന്നൂക്കാര്. അവന്റെ കുടുംബക്കാര് മുഴുവൻ. അപ്പോ അങ്ങനെ എരമല്ലൂർ താമസിച്ച കൊടുവത്തീശോ ഇക്കരയ്ക്കൊന്ന് കയറി. അപ്പൊ ഇവിടെ കുറെ സ്ഥലം വെറുതെ കിടക്കുന്നു. ഈ മരേക്കാവില് ഇവിടെ കുറെ സ്ഥലം വെറുതെ കിടക്കുന്നു. അയാൾ ഇവിടെ വന്ന് ഒരു 10-40 ഏക്കർ സ്ഥലം എന്റേതാണെന്നും പറഞ്ഞ് കൈവശപ്പെടുത്തി. അത് അന്ന് അവിടെ അതുപോലെ പറഞ്ഞു. ഇത് ചുമ്മാ വെറുതെ കിടക്കുകയാണ്. പഴയ കാലത്തെ ചുമ്മാ കിടക്കുകയല്ലേ. അവകാശപ്പെടുക. പിന്നെ അവര് വന്ന് എന്റേതാണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന അവന്റേതാകും. പിന്നെ അതിനൊരു കരമൊക്കെ കെട്ടിക്കോണം. പഴയ കാലത്ത് പാർവത്താരന്മാരെന്നാ ചെയ്യും? ഒരു ഭൂത്തിനോട് ഗമക്കമാണെങ്കിൽ അവന്റെ പേര് 100 ഏക്കർ പതിക്കുക. അവനോട് 100 ഏക്കർ. എന്നിട്ട് അവൻ അതിന് കരം കേട്ടാൽ 10, 25, 35 രൂപ കൊടുക്കണം. കൊടുത്തിട്ട് അവനെ കുരിച്ചു നിർത്തി കല്ല് വെക്കുക. അങ്ങനെയൊക്കെ. അപ്പൊ വിലാസം കാണിക്കുന്നത് എങ്ങനെയാ? 100 ഏക്കർ പതിച്ച. അങ്ങനെ 100 ഏക്കർ കിട്ടി. അവന് ഒല കൊടുക്കും. ഇച്ചിരി പ്രയാസപ്പെട്ടാണെങ്കിലും കൈ കിട്ടിയ 100 ഏക്കറല്ലേ സ്ഥലം കിട്ടും. അപ്പൊ ഈ കൊടുവത്തീശോ ഇക്കരയ്ക്ക് കയറിയപ്പോ ഈ 10-40 ഏക്കർ സ്ഥലം ഇത് എന്റേതാണെന്നും പറഞ്ഞ് അയാൾ കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ നമ്മളിരിക്കുന്ന സ്ഥലം ഇവിടെ കുറെ സ്ഥലം അത് എന്റേതാണെന്നും പറഞ്ഞ് കൈവശപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പം അയാൾ കൊടുവത്തെന്നുള്ള വീട്ടുകാർ ഇപ്പോഴും എരമല്ലൂരുണ്ട്. എരമല്ലൂർ ഇപ്പോഴും കൊടുത്തു പറമ്പുണ്ട്. ആ കൊടുത്തു പറമ്പെന്നുള്ള പേര് മാറിയിട്ടില്ല. ഇപ്പോഴും കൊടുത്തു പറമ്പെന്ന് ആര് പറയുന്നത്? അവിടുന്ന് കൊടുവത്തീശോ ഇക്കരയ്ക്ക് കയറി. ആ താഴത്തെ വീട് കളത്തേക്കാരുടെ നേരെ അങ്ങപ്പുറേ കാണുന്ന താഴത്തെ വീടന്ന് അന്ന് പഴയ കാലത്ത് പറയാം. കൊടുവത്തീശോ അവിടെ വന്ന് താമസിച്ചു. അവിടെയാണ് അതിന്റെ തറവാട്. കൊടുവത്തീശോയുടെ തറവാട് അതാ. കൊടുവത്തീശോയ്ക്ക് ഈ ഏത് എന്ന് പറയുന്ന ഒരു മകളെ ഉള്ളൂ. വേറെ ആണും പെണ്ണും ഇല്ല. ഏലി എന്ന് പറഞ്ഞ മകളെ ഉള്ളോ? ഒരു മകളെ ഉള്ളായിരുന്നു. ഈ ഒരു മകളെ ഉള്ളൂ. വേറെ ആണും പെണ്ണും ഇല്ല. ഒറ്റ ഒരു മകള്. കൊടുവത്തീശോ ഇക്കരയ്ക്ക് കയറി ഭാര്യയും ഈ മകളുമായിട്ട് ഇവിടെ താമസിച്ചു. മകള് കൊച്ചായിരിക്കുമ്പോ അങ്ങനെ അന്നേരം ഇവിടെയൊക്കെ ആരാ ഇവിടെ ഈ കാട്ടിനകത്ത് പുലിയും എല്ലാം ദുഷ്ടജന്തുക്കളും ഒക്കെ ഉണ്ട്. കാട് പിടിച്ചു കിടക്കുകയാണ്. അപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ചെമ്പടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു പശുവിനെ ഒരു പുലി ചാടി പിടിച്ചു.
ഓ അപ്പോഴത്തേക്ക് ഈ പെങ്കൊച്ചല്ലേ അവള് പുറത്തിറങ്ങി വന്നപ്പം അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മ ആണ്ടൊരു പൂച്ച നമ്മുടെ പശുവിനെ പിടിച്ചെന്ന് പറഞ്ഞു. പൂച്ചയെന്നാ പറഞ്ഞല്ലേ? ആ ഒരു പൂച്ചയെ പോലെ അത് കണ്ടായിരിക്കുന്ന പൂച്ച പോലെ. ആ അപ്പൊ കൊച്ചു വിളിച്ചു പറയുകയാണ്, ആട്ടമ്മച്ചി നമ്മുടെ പശുവിനെ പൂച്ച പിടിച്ചു, ഒരു പൂച്ച വലന്ന് കരുത്ത് പിടിച്ചോണ്ടിരിക്കുന്നു. അയ്യോ എടി വേണേ എന്നോട് പോലെ അത് പൂച്ചയൊന്നും അല്ല, പുലിയാ, നീ ഇഞ്ഞു പോരാന്ന് പറഞ്ഞു. അങ്ങനെ പുല്ല് പഴയ കാലത്ത് പശുവിനെ പോലും പുല്ല് പിടിക്കുന്ന ഒരു കാലമായിരുന്നു ഇവിടം തന്നെ. അങ്ങനെ അവരിവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കും. അപ്പൊ ഈ പെങ്കൊച്ചു പ്രായമായി കുറെ ആയപ്പം കുടത്തീശ ഒരു ഷാപ്പിൽ കയറി കുടിക്കാൻ ചെന്നു. ചെന്നപ്പോഴത്തേക്ക് അവിടെ വരയന്നൂര് ഒരു വിദ്വാനം അവിടെ വന്നു. വരയാൻ പറഞ്ഞ നമ്മുടെ കുടുംബത്തിന്റെ വരയന്നൂരാണ്. ആ വരയന്നൂർ കുടുംബത്തിൽപ്പെട്ട ഒരുത്തനും അവിടെ വന്നു. അപ്പൊ അയാളുടെ മക്കളായിട്ട് പലരുണ്ട്. അയാളുടെ മക്കളും മക്കളുടെ മക്കളുമായിട്ടൊക്കെ ദ്വീപിൽ താമസിക്കുകയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ അയാൾക്ക് അയാളുടെ സഹോദരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഉലഹന്നൻ എന്ന് പറയും. ഉലഹന്നൻ എന്ന് പേര് ഉള്ളതാണ്. ആ ഉലഹന്നൻ അങ്ങ് മരിച്ചുപോയി. ഉലഹന്നൻ മരിച്ചു. ഉലഹന്നന് 3 മക്കളും ഒരു പെണ്ണും ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. ഉലഹന്നനും മരിച്ചു, ഭാര്യയും മരിച്ചു. അപ്പം അന്ന് ഇവർക്ക് ആരും പിന്നെ വേറെ ആരും ഇല്ല. ഉലഹന്നന് 3 മക്കളും ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നതാണ്. 3 ആണും ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. ഈ ഉലഹന്നന് 3 ആണും ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. അപ്പം ഇവനെ ഈ 3 ആണുങ്ങളുണ്ടല്ലോ, അവര് വളരെ അപ്പൊ പിന്നെ വളർത്തുന്നത് ആരാ? അനിയൻ മരിച്ചുപോയ അവന്റെ മക്കളാണെങ്കിൽ പിന്നെ മറ്റേനല്ലേ വളർത്തുന്നേ. അപ്പോഴത്തേക്ക് ഇവർക്ക് വല്ലതും നേരെ ജോലി വല്ലതും കൊടുക്കുവോ? ആ കുഞ്ഞുങ്ങൾ വളരെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. അപ്പം അവിടെ ചമ്പേശ്ശേരിക്കാരെന്നും പറഞ്ഞ ഇവിടെ അവിടെ കൊല്ലാട്ട് അവരവിടെ അവർക്ക് ഈ വൈദ്യശാലയൊക്കെ ഉണ്ട്. അവിടെ എണ്ണയാട്ടും, പിന്നെ എള്ള ആട്ടി, തേങ്ങ ആട്ടും, എള്ള ആട്ടും. അങ്ങനെ ആക്കുമ്പം ചക്കുഞ്ഞിനെ ഉന്തിക്കോട്ട് നടക്കണം വട്ടത്തില് ആട്ടണമെങ്കില്. അപ്പൊ ഈ പിള്ളേര് പോയി ചക്കുന്തും. ചക്കുന്തിയാലേ കുറെ പിണ്ണാക്ക് കൊടുക്കും. ആ പിണ്ണാക്ക് കൊടുത്ത് അവ തിന്നും. തേങ്ങയുടെ പിണ്ണാക്കല്ല, തേങ്ങ പിണ്ണാക്ക് തിന്നാൻ. അപ്പം അവര് അങ്ങനെ ചക്കുന്തി തേങ്ങ പിണ്ണാക്ക് കിട്ടി. അപ്പൊ ഒരിക്കൽ ഏറെ ചക്കുന്തിയപ്പോഴത്തേക്ക് കുറച്ചേറെ പിണ്ണാക്ക് കൊടുത്തു. ആ കൊച്ചി എടുക്കാൻ അത് അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ അത് അപ്പൊ അവിടെ അമ്മയില്ലല്ലോ, വേറെ അമ്മ അവക്കത് പിടിച്ചില്ല. കാരണം എടാ വരയന്നൂരെ ചെറുക്കുമ്പോയി ചക്കുന്ത് പിണ്ണാക്ക് കൊണ്ടുവന്നോ, എന്തൊരു അക്രമാടാ നീ കാണിച്ചത്, നീ പോയി ചക്കുന്ത് പോടാ, നീ ആരാടാ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അയാളുടെ ഭർത്താവ് വന്നപ്പോ പറഞ്ഞു, ആണ്ടെ മകൻ കൊണ്ടുപോയി ചക്കുന്തി കുറെ പിണ്ണാക്കുമായിട്ട് വന്നിരിക്കും, അത് അയക്കും പിടിക്കുകയല്ല. വരയന്നൂരെ ചെറുക്കൻ, വരയന്നൂര് വലിയ കേമന്മാരാ. വരയന്നൂര് ചെറുക്കൻ ചക്കുന്താന്ന് ഇവരെന്തിനാ ചക്കുന്താ പോയെ? പലതും തിന്നാവുന്ന കൊണ്ട് അവൻ പോയോ? വീട്ടിൽ ശരിയായിട്ട് വല്ലതും കൊടുക്കുവോ? ഇല്ല. അതുകൊണ്ടാ. അങ്ങനെ വളരെ ദുരിതം അനുഭവിച്ച ഉദവനന്റെ മക്കളിൽ ഒരുത്തരാ മൂത്ത മകനാ തൊമ്മൻ, ഈ അപ്പൻ. രണ്ടാമനാണ് മാണി, മൂന്നാമനാണ് ചാക്കോ. ഇങ്ങനെ 3 ആണുങ്ങളും ഒരു പെണ്ണുമായിരുന്നു. പെണ്ണ ആളാണെന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമില്ല. പിന്നെ പോലെ അങ്ങനെ 3 ആണുങ്ങളായിരുന്നു. അതിൽ ചാക്കോയും പെണ്ണ് കെട്ടി മക്കളാകുന്നതിന് മുമ്പ് പിന്നെ ചാക്കോ മരിച്ചുപോയി. അപ്പോഴത്തേക്ക് പിന്നെ അവളും തിരിച്ചങ്ങ് പോയി. ഇവരെല്ലാം മര്യാദക്കാരാണോ, കുടിയന്മാരല്ലേ. അപ്പോഴത്തേക്ക് അവൾ ഇവിടെ കിടക്കുവോ, അവളും പോയി. പിന്നെ പോയിട്ട് തൊമ്മനും മാണിയും അവർ 2 പേര് ഉണ്ടായിരുന്നു. അതിൽ തൊമ്മൻ ആണ് കരിങ്ങോത്ത് വന്ന് താമസിച്ചത്. കരിങ്ങോത്ത് വന്ന് കൊല്ലാട്ടാ അങ്ങനെ താമസിച്ചു. അങ്ങനെ അപ്പൊ
അതിനു മുമ്പ് ഈ ചിറ്റപ്പൻ ഉണ്ടല്ലോ, ചിറ്റപ്പൻ ഷാഫി വന്നു കുടിക്കാൻ വന്നപ്പം ഈശോ അവിടെ വന്നു കുടിക്കാനായിട്ട്. വർത്തമാനം പറഞ്ഞപ്പം ഈശോ പറഞ്ഞ് എനിക്കൊരു മകളുണ്ട്, ഒരു ചെറുക്കനായി കിട്ടിയാൽ കൊള്ളായിരുന്നു. കളിഷാപ്പി വെച്ച് പറഞ്ഞു. കളിഷാപ്പി വെച്ച് പറഞ്ഞെന്നല്ലേ അപ്പച്ചൻ പറഞ്ഞേ? കളിഷാപ്പി വെച്ച് പറഞ്ഞില്ലേ? എന്നാ കളിഷാപ്പി വെച്ച് ചുമ്മാ തമാശന് പറഞ്ഞു. വർത്തമാനം പറഞ്ഞു. ഒന്നേരം ഒരു ചെറുക്കനായി കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന് ചുമ്മാ പറഞ്ഞു. പറഞ്ഞപ്പം തൊമ്മനെ ആരും ഇല്ലാതെ നടക്കുകയല്ലേ, തൊമ്മനും അപ്പനും ഒന്നും ഇല്ലാതെ നടക്കുകയല്ലേ. അപ്പൊ ഇവൻ പറഞ്ഞു എനിക്കൊണ്ട് ഒരു ചെറുക്കൻ. എന്നാന്ന് ചോദിച്ചു. അപ്പം ഇവൻ മറ്റേ വിഷമനാ, ഈ വരഞ്ഞൂര് തൊമ്മന്റെ അപ്പനായിട്ടിരിക്കുന്ന ആള്. ഒരു വലിയ വിഷമക്കാരാന്ന് ഞാൻ പറഞ്ഞല്ലോ, വലിയ വിഷമക്കാരൻ. അപ്പൊ പറഞ്ഞു എനിക്കൊണ്ടൊരു മകൻ. അവന്റെ മകനല്ല, അച്ഛവന്റെ മകനാ. അന്ന് അവിടെ കെട്ടിച്ച് കളയാവെന്ന് പറഞ്ഞു. അവര് അത് ആലോചിച്ചു ഉടനെ കൊടുക്കാൻ വന്നു. ഇവൻ തന്തേന്റെ ആളെ ഇല്ലാത്തവനല്ലേ, അവനെ കൊണ്ട് കെട്ടിച്ചു. അവനെ കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞു. വന്നു, കണ്ടു, ഉറച്ചു, കല്യാണം ഉറച്ചു, കെട്ടിച്ചു. അന്നേരം കുറച്ച് 10, 12, 14 പ്രായമേ ആ പെണ്ണിന് കാണുകയുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രായം അവനും കാണും. അങ്ങനെ കെട്ടി. അപ്പൊ കെട്ടിയപ്പോ പിന്നെ തൊമ്മന വല്ല ആശ്രയം കൊണ്ടുപോകുള്ളൂ. അപ്പൊ ഈ ഒരു പെണ്ണല്ലേ ഉള്ളൂ. അവൻ വന്ന് ഇവിടെ ദത്തായി. ഈ ഒരു മകളെ ഉള്ളല്ലോ. അവന് തൊമ്മൻ ഇവിടെ വന്ന് ദത്ത് കയറി. അങ്ങനെ അവിടെ താമസിച്ചു. ഇയാളും പുഴ വന്നല്ല, കുടിക്കുന്നവനാണെന്ന്. ഈശോയും കുടിക്കും, വിഷമനാ. അങ്ങനെ അത് അപ്പനും ഇടാൻ താമസിച്ചു. ഈശോയുടെ പേരിൽ ഇത് എന്റേതാണെന്നും പറഞ്ഞ് വച്ചോണ്ടിരുന്നതേ ഉള്ളൂ. പേര് കരം തീർത്തിട്ട് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ആ പേര് കരം തീർക്കണം. അപ്പൊ തൊമ്മൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ തൊമ്മൻ അന്നേരം മകനല്ലേ, മകളെ കെട്ട് വന്നല്ലേ. അപ്പൊ മകനെ പോലെ താമസം. മകൻ അന്നേരം അതിന് രൂപയില്ല. അപ്പൊ അക്കരെ തുമ്പേക്കാരെന്നും പറഞ്ഞൊരു കൂട്ടര് പുതുപ്പള്ളിയിൽ നിന്ന് വന്ന് താമസിച്ചവരാ. അക്കരെ താമസിക്കുന്നു. അവര് പണമുള്ളവരാ, കുറച്ച് പണം ഉണ്ടാവുക. അവിടെ കുഞ്ഞുപറിക്കെന്നും പറഞ്ഞ ഒരുത്തനുണ്ട്, അയാളെ അവിടെ വന്ന് താമസിക്കുന്നത്. അവൻ താമസിച്ചു. പക്ഷെ പണമുണ്ട്. അപ്പം ഈ തൊമ്മൻ ഇത്ര സ്ഥലം കിടക്കുകയല്ലേ, അത് പേര് ഫലം പിടിക്കണം. അപ്പൊ തൊമ്മനായിരുന്നു രൂപയില്ല. അപ്പൊ ഇവിടെ ഈ ഈശോയുടെ വകയായിട്ട് കിണ്ടിയോ കിണ്ണനോ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറെയെല്ലാം പെറുക്കി എടുത്തുകൊണ്ട് പോയി തുമ്പെ കൊണ്ട് പണയം വെച്ചു. പണയം വെച്ചേച്ച് 10 രൂപ കുറച്ച് രൂപ മേടിച്ചു കൊണ്ടുവന്ന് കരം കെട്ടി. തൊമ്മന്റെ പേര് കരം കെട്ടി. ഈശോയ എന്റെ ആണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നത്. കരം കെട്ടി മകനായി 9 ആണുങ്ങളും 2 പെൺകുട്ടികളുമാണ് ഉണ്ടായത്. കുടുംബത്തായി ഞാൻ പറഞ്ഞത് തോമസിന്റെ മക്കളായി 9 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണ് ഉണ്ടായത്. മൂത്തയാളാണ് ഈശോ എന്ന് പേര്. മൂത്തയാളിന്റെ പേര് അമ്മയുടെ അപ്പന്റെ പേരാണ്. അമ്മയുടെ അപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ അപ്പന്റെ പേരാണ് ഈശോ. പിന്നെ അപ്പന്റെ പേര് ഉലഹന്നൻ എന്നാണ്. അത് 2ാമത്തെ മകന് പേരിട്ടു. 3ാമത്തെ മകന് അമ്മയുടെ അപ്പന്റെ പേര് കോര എന്നാണ്. അതേപ്പറ്റി ആ ആള് 3ാമത്തെ മകന് കോര എന്ന് പേരിട്ടു. 4ാമത്തെ മകന് തോമസ് എന്ന് തന്നെ പേരിട്ടു. അപ്പന്റെ പേര് തന്നെ തോമസ്. തൊമ്മീച്ചൻ എന്നല്ല വിളിച്ചോണ്ടിരുന്നത്. അതെയാ.
ഏരിയയുടെ വല്യപ്പച്ചന്റെ വല്യപ്പച്ചൻ എന്റെ വല്യപ്പച്ചന്റെ വല്യപ്പച്ചൻ. ആ വല്യപ്പച്ചനെ കോരയെന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ വിളിക്കുന്നതും കോരയെന്നാ, കോരച്ചേനെന്നാ വിളിക്കുന്നത് വീട്ടില്. നാലാമത്തെ മകൻ അപ്പന്റെ പേര് തന്നെ തോമസ്. പിന്നെ അഞ്ചാമത്തെ മകന് അപ്പന്റെ ഒരു അനുജന്റെ പേര്, അനുജൻ മരിച്ചു പോയായിരുന്നു, ആ അനുജന്റെ പേര് ചാക്കോ എന്നാ. അപ്പൊ അടുത്ത ആളിനെ ചാക്കോ എന്ന് പേര്. അല്ല, അപ്പന്റെ ഒരു അനുജൻ മരിച്ചു പോയിരുന്നു. എന്റെ അപ്പന്റെ തോമൻ അനുജൻ മരിച്ചു പോയിരുന്നു. ആ മരിച്ചു പോയ ആളിന് പേരിട്ടു. അടുത്ത മകന്, അഞ്ചാമത്തെ മകന് ചാക്കോ എന്ന് പേര്. അതിനടുത്ത മകന് അബ്രഹാം എന്ന പേരിട്ട്, അബ്രഹാം എന്ന പേരാ. ആ ആളിനെയാണ് കോരച്ചായൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞത്. അടുത്ത അനുജന് കോരച്ചായനും ഭാര്യയും കൂടെ തിരുവനന്തപുരത്ത് പോയി. കോരച്ചായൻ അവിടെ സനാന മിഷൻ സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു, അവിടുത്തെ മിഡിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അവർക്ക് സഹായത്തിനായിട്ട് ഈ ഒരു അജയനെ കൂടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അവരവിടെ താമസിക്കുമ്പോൾ ഗവൺമെന്റ് പ്രസിൽ ഒരു ജോലിക്കായിട്ട് ഈ അബ്രഹാമിനെ വിട്ടു. അങ്ങനെ ഗവൺമെന്റ് പ്രസിൽ ഒരു ജോലിയായിട്ട് അബ്രഹാം അവിടെ. അബ്രഹാമിന്റെ അനുജന്റെ പേരാണ് മാണി എന്ന പേര്. എം തോമസിന്റെ അപ്പൻ. അവന്റെ അപ്പന്റെ പേര് മാണി. അതിനെ മർക്കോസ് എന്ന വീട്ടിലൊക്കെ വിളിക്കുന്നത്. പള്ളിപ്പേരും മർക്കോസ് എന്ന് പേര് കിട്ടും. എന്നാ മാണി എന്നാ പേര്. മാണി എന്നാ മാണി അസൽ പേര്. മർക്കോസ് എന്ന് വീട്ടിൽ വിളിക്കും. മർക്കോസ് എന്ന് വീട്ടിൽ വിളിക്കും. പേരിട്ടത് മാണി എന്ന. മാണിയുടെ അനുജന്റെ പേരാണ് കുര്യൻ. രാജപ്പന്റെ അപ്പൻ കുര്യന്റെ അനുജൻ പെണ്ണ. പത്താമത്തെ മകൾ അമ്മയുടെ പേര് തന്നെ. ആദ്യത്തെ പെൺകുട്ടി പത്താമത്തെ ആള്. ആദ്യത്തെ കുട്ടി അഞ്ചാമത്തെ ആളാണ്. അഞ്ചാമത്തെ ആള്. 4 ആണ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ആളാണ് ആദ്യത്തെ പെണ്ണ. അവൾക്ക് അമ്മയുടെ പേര് അന്ന എന്ന. അന്നമ്മ അന്നമ്മ കഞ്ഞിക്കുഴിയിൽ. ചാക്കോ വാലയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ ചാക്കോ വാലയുടെ അപ്പന്റെ അപ്പൻ ഡോക്ടർ ചാക്കോ വാലയിൽ ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടറാ. ചാക്കോ വാലയിൽ അവന്റെ അപ്പൻ ഈ എന്റെ പെങ്ങളുടെ മകനാ. അവര് കഞ്ഞിക്കുഴിയിലാ പത്താമത്തത് മകള് ഏത് എന്നാ പേര്. അത് കുറിച്ചിയില്ല. കാരണം എന്റെ അപ്പച്ചൻ കുറിച്ചി പോയി താമസിച്ചിട്ടുണ്ട് കുറെ നാള്. കുറിച്ചിയിലെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു. കുറിച്ചിയുടെ അമ്മച്ചിയുടെ കുറിച്ചിയുടെ അവളുടെ മകൻ പിന്നെ സഹശിവകാര് കളക്ടറുടെ അസിസ്റ്റന്റ്. കളക്ടറുടെ അസിസ്റ്റന്റ് വരെ ഉദ്യോഗം കിട്ടിയ ആളാണ്. കുറിച്ചിയുടെ പെങ്ങളുടെ മകൻ. ഈ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മ
അപ്പൊ ഇങ്ങനെ 10 പ്രസംഗവും എല്ലാം കഴിഞ്ഞ് പത്താമത്തെ പേര് പറഞ്ഞു കഴിഞ്ഞു. 10ാമതാണ് ഏലി. ഏലി. അതും കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മയുടെ ഒരു ആങ്ങളയുടെ മകനായിട്ട് പുതുപ്പള്ളിയിൽ ഒരുത്തനുണ്ട്. അമ്മയുടെ ഒരു ആങ്ങളയുടെ മകനായി പുതുപ്പള്ളിയിൽ ഒരാളുണ്ട്. അയാൾക്കെല്ലാം പെമ്മക്കളാണ്. അപ്പൊ അയാൾ ഇവിടെ വന്നു. അമ്മയെ പെങ്ങളെന്നാ വിളിക്കുന്നത്. അപ്പം പെങ്ങളെ എനിക്കെല്ലാം പെമ്മക്കളാണ്. എനിക്ക് എൻ്റെ മക്കളെല്ലാം പെമ്മക്കളാണ്. അതുകൊണ്ട് അപ്പം എൻ്റെ പേരിടാൻ ആരുമില്ല. എനിക്ക് മക്കളാരും. ഉടനെ അമ്മ പറഞ്ഞു, എടാ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആണാണെങ്കിൽ നിന്റെ പേരിട്ടേക്കും എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ 11ാമത്തെ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോഴാണ് അവിടെ വന്ന് അന്നേരം അയാൾ അവിടെ വന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് ഇനി എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആങ്കൊച്ചാണ് എൻ്റെ പേരിട്ടേക്കാവുന്ന പോലെ. അങ്ങനെ അമ്മ പ്രസവിച്ചു. ആങ്കൊച്ചായിരുന്നു. അയാളുടെ പേര് വർക്കി എന്ന. അങ്ങനെ എൻ്റെ പേര് വർക്കി എന്ന് പേര്. അങ്ങനെ 11 മക്കളാണ് ഈ അമ്മയ്ക്കുണ്ടായി. അതിനകത്ത് ആദ്യത്തെ ആള് ഈശോ എന്ന് പറഞ്ഞ ആളല്ലേ? പുള്ളിക്കാരൻ ഇപ്പൊ എവിടെയാത്? ഏത് വീട്ടുകാരാ? രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആള് കിഴക്കേത്തറ അപ്പച്ചൻ. അഞ്ചാമത്തെ ആള് പെണ്ണ്, അത് കഞ്ഞിക്കുഴി. ആറാമത്തെ തോമസ്. അതെ, നമ്മുടെ നടുപ്പറമ്പില് കിഴക്കേത്തടമെന്ന് പറയും. താമസിക്കുന്നു. അതിന്റെ അടുത്താണ് 4ാമത് കിടക്കട്ടോ. 5ാമത് പെണ്ണുണ്ട്. നാലാമത്തെ അപ്പന്റെ പേര്. 5ാമത്തേത് ചാക്കോ എന്ന അപ്പന്റെ മരിച്ചു പോയ അനുജന്റെ പേര്. അല്ല, 5ാമത് കഞ്ഞിക്കുഴിയിലെ പെങ്ങളുണ്ട്. എന്നാ 5ാമത്തെ കഞ്ഞിക്കുഴിയിലെ അമ്മ. 5ാമത് പെണ്ണല്ലേ? അതാ പറഞ്ഞത്. 5ാമത് പെണ്ണ്. 6ാമതാണ് തോമസ്. അല്ല, ചാക്കോ. ഇപ്പൊ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചത്. അവൻ അക്കരെ മേപ്പറാപ്പറമ്പെന്ന് പറയും. അക്കരെ. 6ാമത്തെ. 7ാമത്തെ ആളോ? ആളാണോ? 5ാമത് പെണ്ണ്. 6ാമത് ആണ് ചാക്കോ. 6ാമത് ചാക്കോ. ഇത് 6ാമത്. 7ാമത് അബ്രഹാം. കടത്തിലേക്കായിട്ട് നേരെ അപ്പുറം നടുപ്പറമ്പിൽ. 8ാമതാണ് എം തോമസിന്റെ അപ്പൻ. വള്ളത്തോർമെന്നും വള്ളത്തോർമെന്നും പറഞ്ഞ അവിടെ. അറിയാം. ഞാൻ ഇത് പേരറിയാൻ വേണ്ടി പറയുന്നത്. 9ാമതോ? 9ാമതാണ് കുര്യൻ. കോട്ടയത്ത് താമസിക്കുന്നത്. രാജപ്പന്റെ അപ്പൻ. 10ാമത്തെ ഏലി. 10ാമത് ഏലി. 11ാമത് ഞാൻ. ഏലി കുറിച്ചിയിലാണ്. കലക്ടറുടെ അസിസ്റ്റന്റ് കലക്ടറുടെ ഒക്കെ അമ്മയായതാ. അവിടെ മകൻ അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. അവൻ നല്ല ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. പിന്നെ അനിയനോ അവനിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. കുറിച്ചില്ലോ. അപ്പച്ചൻ ജനിച്ചു വളർന്ന സമയത്ത് ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണം അല്ലായിരുന്നു? അന്നേരം പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണം. ആ സമയഘട്ടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അന്നേരം തിരുവിതാംകൂർ പ്രത്യേക രാജ്യമാണ്. കൊച്ചി പ്രത്യേക രാജ്യമാണ്. കൊച്ചി രാജാവ് ഉണ്ടായിരുന്നു. കൊച്ചി രാജാവുണ്ട്. തിരുവിതാംകൂർ ആരായിരുന്നു രാജാവ്? അന്ന് കൊച്ചിയുടെ രാജാവ്, ഇവിടുത്തെ രാജാവ് ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ ആയിരുന്നു ഇവിടുത്തെ രാജാവ്. കൊച്ചിയിലെ രാജാവ്. അതിപ്പം കൊച്ചി രാജാവ് എന്ന് പറയുകയല്ലാതെ നമുക്കതേ അറിയൂ.
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഭരണമൊക്കെ? അങ്ങനെ ഭരണം ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. ബ്രിട്ടീഷ് ഭരണ സായിപ്പന്മാരാണ് ഇവിടുത്തെ പ്രധാന ആളായിരുന്നത്. പ്രധാന പ്രസിഡന്റ് മദ്രാസിലാണ് പ്രസിഡന്റിന്റെ താമസം. അപ്പം ഇതിന്റെ എല്ലാം മദ്രാസ് വേറൊരു രാജ്യമാണ്. കേരളം ഇതെല്ലാം തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ്, അങ്ങനെ പല രാജ്യങ്ങളല്ലേ, മൈസൂർ, ഇതൊക്കെ ഈ ഇന്ത്യയിൽ പല രാജ്യങ്ങളാണ്. അങ്ങനെ ഇതിന്റെ എല്ലാം ഭരണമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ രാജാവ് ഇരിക്കുന്നത് ഇംഗ്ലണ്ടിൽ. അവിടുത്തെ കളക്ടറാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ കളക്ടർ ഇവിടെ വന്ന് റെസിഡന്റ്. അതിന്റെ കീഴിൽ ബ്രിട്ടീഷ് സായിപ്പന്മാരാ പലരും ഉദ്യോഗസ്ഥന്മാർ. അപ്പച്ചന്റെ സമയത്ത് ആരാ ഭരിച്ചോണ്ടിരുന്നത്? തോമയുടെ ഭരണത്താണ് തിരുവിതാംകൂർ ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത് അത് അപ്പന്റെ കാലത്ത് മുമ്പും അങ്ങനെയാണ്. അപ്പച്ചൻ ജനിച്ച ദിവസം വിവരമെല്ലാം അറിയാം? അറിയാൻ മേലെ. ഏത് വർഷമാണെന്ന് അറിയാം? അതൊന്നും അറിയാം. അപ്പച്ചൻ എത്രാം വയസ്സിലാണ് മരിച്ചതെന്ന് വല്ലതും അറിയാമോ? അതെ, എന്റെ അപ്പന്റെ അപ്പനോ 67-ാമത്തെ വയസ്സ് മരിച്ചു. 67-ാമത്തെ വയസ്സ്. ഏലിയോ? 92-ാമത്തെ വയസ്സ് മരിച്ചു. അപ്പം വർഷം കഴിഞ്ഞാണ് അമ്മ എന്നെ പ്രസവിച്ചത്. തന്നെ ഒരു 45-46 വയസ്സിലാണ്. എനിക്ക് 45-46 വയസ്സാകുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. അപ്പം അപ്പച്ചനെ നല്ലതായിട്ട് ഓർക്കുന്നുണ്ട്. അമ്മച്ചിയെ കൂടുതലായിട്ട് ഓർക്കുന്നു. അമ്മച്ചിയാണ് കൂടുതൽ. അപ്പൊ അമ്മച്ചി സ്വഭാവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വല്യമ്മച്ചിയുടെ സ്വഭാവം ഞാൻ 7ാം ക്ലാസ്സിൽ അന്ന് പഴയ ഞാൻ പറഞ്ഞല്ലോ, ഈ കുര്യനും മാനയും ഒക്കെ സ്കൂൾ ഫൈനൽ ക്ലാസ്സിലും അതിന്റെ താഴെയും പഠിക്കുമ്പോൾ 5.25 രൂപ വീതം ഫീസ് കൊടുക്കണം. 10.5 രൂപ ഫീസ് വേണം. അപ്പന് ഈ പച്ചത കുറെ കാട് പ്രദേശം ഉണ്ടെന്നല്ലാതെ ഒരു വിശേഷവും ഇല്ല. പിള്ളേരെ 11 മക്കളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അവരുടെ ജീവിതം നടക്കണം. ഇതിനൊക്കെയും ആ അപ്പൻ വളരെ കഷ്ടപ്പെട്ടു. അമ്മയും നല്ലവണ്ണം കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. ഈ കാടെല്ലാം വെട്ടി വിറ്റാൽ 100 പറ നെല്ല് കിട്ടുമായിരുന്നു. ഈ കാടെല്ലാം വെട്ടിക്കൊണ്ടുപോയി കായൽ കുത്തും. കായലിന്റെ വരമ്പ് കുത്താൻ കാട് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 100 പറ നെല്ല് കിട്ടുമായിരുന്നു. അതാണ് ഈ കാടിന്റെ എല്ലാം ഉടമസ്ഥന് കിട്ടുന്ന ആദായം. പിന്നെ ഇവിടെ ഓരോ പെരയെല്ലാം വെച്ച് മക്കളെ എല്ലാം മാറി താമസിപ്പിച്ചു. അങ്ങനെ എല്ലാ മക്കളും ഓരോ സ്ഥലത്തായിട്ട് താമസിച്ചു. അങ്ങനെ ഇതാണ് തറവാടെന്ന് പറയുന്നത്. തറവാട് താഴെയായിരുന്നു, പൊളിച്ചിങ്ങോട്ട് മാറ്റി വെച്ചതാണ്. താഴത്തെ വീടായിരുന്നു ശരിക്കും. താഴത്തെ വീടാണ് അപ്പോൾ ഈശോയുടെ വീട്. അത് മൂത്ത മകന് കൊടുക്കണമെന്ന് ഈശോ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. ആ ആളിന് തന്നെ കൊടുക്കുകയും ചെയ്തു. എന്റെ അപ്പൻ ഈശോയുമായിട്ട് പിണങ്ങി ഒരു പിണക്കമുണ്ടായി. അതുകൊണ്ട് കൊല്ലാട്ട് പോയി താമസിച്ചു അമ്മയുമായിട്ട്. അപ്പനുമായിട്ട് പിണങ്ങി ഈശോയുടെ കർണക്കുറ്റി കടിച്ചെന്നാ പറയുന്നു. അമ്മായിപ്പൻ കുടിയനുമായിരുന്നു. അങ്ങനെ കൊല കൊടുക്കും അമ്മയുമായിട്ട് 2-3 മക്കളായപ്പോൾ കൊല്ലാട്ട് പോയി താമസിച്ചു. അപ്പം എന്നാലും എൻ്റെ അപ്പൻ്റെ പേരിലായി ഈ പ്രദേശം മുഴുവൻ ഭരിച്ചിരിക്കുന്നത്. ഈശോയാണ് ഇതെല്ലാം എൻ്റെ ആണെന്ന് പറഞ്ഞതെങ്കിലും പേരിൽ കരം തീർത്തില്ല. പൈസ കൊടുത്തില്ല, സ്വന്തം കയ്യിലാക്കിയില്ല. തൊമ്മനാണ് അത് ചെയ്തത്. അതുകൊണ്ട് തൊമ്മന്റെ പേരിൽ കയ്യിലാക്കി. അപ്പം തൊമ്മൻ അന്യനല്ലല്ലോ, മകളെ കിട്ടിയവനല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൻ ഒരു പിണക്കവും അതില്ല. ആയിക്കോട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊമ്മൻ ഇവിടെ മാറി പെര വെച്ചത്. അപ്പനുമായിട്ട് പിണങ്ങി പോയിച്ച് തിരികെ വന്ന് അപ്പൻ്റെ കൂടെ താമസിക്കാതെ വേറെ പെര വെച്ച് താമസിച്ചു. അപ്പനും പെര വെക്കാൻ സഹായം ചെയ്തു. അങ്ങനെ
വില വെക്കുമ്പം കട്ട വെക്കുമ്പോഴും ഉത്തരം വെക്കുമ്പോഴും ഒക്കെ പിന്നെ പണിക്കാർക്കൊക്കെ കള്ളു കൊടുക്കും. ആ കൂട്ടത്തിൽ ഈശോയ്ക്കും കള്ളു കൊടുക്കും. അമ്മായിപ്പനും കള്ളു എല്ലാം കൊടുത്ത് സന്തോഷമായിട്ടാണ് അത് വളർത്തിയത്. അല്ല, അയാളും വന്ന് തല പണിയുന്നതിന് സഹായം ചെയ്തു. അതിക്കുള്ള സഹായം ഒക്കെ അയാളും ചെയ്യുമായിരുന്നു. അങ്ങനെ തലയും പണിത് അവരിവിടെ താമസമാക്കി. നമ്മുടെ അപ്പച്ചനോട് ഞാൻ ചോദ്യം ചോദിച്ചത്, നമ്മുടെ അപ്പച്ചന്റെ സഹോദരന്മാരൊക്കെ കുടിക്കുമായിരുന്നു ഇല്ലേ? സഹോദരന്മാരങ്ങനെ കുടിയന്മാർ കുടിക്കുന്നതിന് പ്രത്യേകമില്ല. എന്നാൽ ഒരു എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായപ്പം എല്ലാവരും കൂടി ഒന്ന് കൂടിയാൽ ഞാനും ആ കൂട്ടത്തിൽ ചിലപ്പോൾ കുടിച്ചിട്ടുണ്ട്. ചിലപ്പം അതങ്ങനെയാ. നാലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും എൻ്റെ 90 വയസ്സ് ജീവിതത്തിൽ ഞാൻ കുടിച്ചിരിക്കുന്നത് 4 or 5 പ്രാവശ്യം. അത് പലപ്പോഴും ഇങ്ങനൊന്ന് കൂടും. അതാ വലിയ കല്യാണമോ അങ്ങനെ. ബാക്കിയുള്ളവരും അങ്ങനെ വലിയ കുടിയന്മാരല്ലായിരുന്നു. ആരും അങ്ങനെ കുടിയന്മാരല്ലായിരുന്നു. വല്ലതും കിട്ടിയാ ഒന്ന് ചുമ്മാ രസത്തിന് സ്വന്തം കുടിക്കുമായിരുന്നു. ഭയങ്കര കുടിയനായിരുന്നു. അല്ല, മിക്കവാറും അതായത് അയാൾ നല്ലപോലെ വേല ചെയ്യുമ്പം അന്ന് എല്ലാ കണ്ടത്തിലൊക്കെ വല്ലവരുടെയും കൃഷി ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പം എല്ലാവർക്കും കൂലി അളന്നു കൊടുക്കുന്നു. എല്ലാം അളന്നു കൊടുക്കുന്നത്. അളന്നു കൊടുക്കുമ്പം അപ്പനും അത് ഒരു കൂലിയാണെന്നല്ല, 24 ഒരു കൂലിയാനെന്ന് പറയുന്നു. ആ 24 കച്ചത്തോട്ടത്തിൽ പൊതിഞ്ഞു കെട്ടി തലയിൽ ഇങ്ങനെ അങ്ങോട്ട് ഇടും. അപ്പം തലയിൽ ഇങ്ങനെ പരന്ന് കിടക്കും. പൊങ്ങി നിൽക്കുകയില്ല. അയച്ചാ കെട്ടിയിരിക്കുന്നത്. അയച്ച് കെട്ടിയതുകൊണ്ട് തലയിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. എന്തിനാണെന്ന് ചോദിച്ചാൽ അമ്മ അത് കണ്ടാൽ വഴക്ക് പറയും. കള്ള് ഷാപ്പിൽ കൊണ്ട് കുടിക്കാനാ ഈ ഒരു കൂലിയാന്നല്ല. അത് കഷ്ടിച്ച് വേല ചെയ്യുമ്പം എല്ലാവർക്കും അളന്നു കൊടുത്തേ ഇങ്ങനെ ഒരു കൂലിയാൻ. അല്ല, വേല അപ്പൊ എല്ലാ ദിവസവും ഇല്ലായിരുന്നു. എല്ലാ ദിവസവും വേല ഉണ്ടല്ലോ. എല്ലാ ദിവസവും കുടിക്കുമെന്നാണോ? ചിലപ്പോ അങ്ങനെ മിക്കവാറും സഭയിലുള്ളപ്പോഴൊക്കെ കുടിക്കും. അങ്ങനെ കുടിക്കുമായിരുന്നു. അത് അമ്മ ഇത് കണ്ടാൽ വഴക്ക് പറയുന്നത് കൊണ്ടാണ്, അമ്മയെ കാണിക്കാതിരിക്കാനാണ് ഇങ്ങനെ അയച്ചു കെട്ടുന്നത്. അസൽ പറഞ്ഞാൽ ഏരിയല്ലേ കൊടുവക്കെന്നുള്ള വീട്ടുപേര് പോലും ഏരിയ. അതാണ് സ്വന്തന്റെ അല്ല. അങ്ങനെ ഇരിക്കുമ്പം അപ്പൊ ഏതിക്കാ പ്രാധാന്യം? എന്റേതാ ഇപ്പോഴും അതെ ഏരിയയായത്. ഇതൊക്കെ ഏരിയ. പറഞ്ഞ പിന്നെ മെടുക്കത്തിയായിരുന്നു. നല്ല സാമർഥ്യക്കാരിയായിരുന്നു. അപ്പൊ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചോളുവാ. അപ്പൊ ഈ 11 അതാ അമ്മയുടെ കഥ പറയുകയാണെങ്കിൽ ഈ 11 മക്കളെ വളർത്തുമ്പോഴേ ചില മക്കൾക്കെല്ലാം ഭാര്യമാരും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പം നാളെ രാവിലെ വേലയ്ക്ക് പോകണമെങ്കിൽ 2 പേർക്ക് പഴങ്കഞ്ഞി കൊടുത്ത് വിടണം. അപ്പോൾ അത്താഴം എല്ലാവർക്കും വിളമ്പി കൊടുത്തു. ബാക്കി കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തു. കുറച്ച് ചോറ് കലത്തിലുണ്ട്. ആ ചോറെടുത്ത് ഏത് അമ്മയുണ്ടാൽ നാളെ പഴങ്കഞ്ഞി കൊടുക്കാൻ ഈ 2 പേര് കാലത്തെ വേലയ്ക്ക് പോകുന്നവർക്ക് കൊടുക്കാനില്ല. അതുകൊണ്ട് ആ ചോറ് അവിടെ വെച്ചേക്കുക പഴങ്കഞ്ഞിയായിട്ട്. എന്നിട്ട് അമ്മ എന്നാ ചെയ്യുന്നത്, നല്ല തവിയാ, വലിയ തവിയാ. ആ തവി കൊണ്ട് കഞ്ഞിവെള്ളം 1 തവി കോരി കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞു 1 തവിയുടെ കോരി. അങ്ങനെ 2 തവി കുടിക്കുമ്പോൾ 2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ്. 3ാമത് ശകലം കൂടെ ഓരായിക്ക് കുടിച്ചു. വയറ് നിറഞ്ഞു. പോയി കിടന്നു. ചോറ് കലത്തിൽ ഇരിപ്പുണ്ട്. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പനും കൊടുത്തു, മക്കൾക്കൊക്കെ വിളമ്പി കൊടുത്തു. ഈ കഞ്ഞോളം കൊടുത്തു. വയറ് നിറഞ്ഞ സുഖത്തോടുകൂടെ പോയി കിടക്കുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റ് മക്കൾക്ക് ഈ പഴങ്കഞ്ഞി വിളമ്പി അവർ വേദയ്ക്ക് പോകുക. വേദയ്ക്ക് പോകണ്ടേ, കൊടുക്കാതിരുന്നാൽ എങ്ങനെ? അങ്ങനെ കഷ്ടപ്പെട്ടാണ് അമ്മായി അമ്മ അവസാനം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. കൂടുതൽ നാളുകൾ 92 വയസ്സ് വരെ. 92 വയസ്സ് വരെ
അങ്ങനെ അപ്പൊ എന്റെ വല്യപ്പച്ചന്റെ കാര്യങ്ങളൊന്ന് പറയാം. പറയാം. അങ്ങനെ കോര എന്ന് പറയുന്ന ആളാണല്ലോ. പൊതുക്കാരൻ ആദ്യം മാട്രിക്കുലേഷൻ പഴയകാലത്ത് മാട്രിക്കുലേഷൻ അതിന് തോറ്റുപോയി. അപ്പോ ഒരു വെത്താച്ചന്റെ സഹായത്തോടു കൂടിയാണ് മനോരമ പള്ളിക്കൂടം ഉണ്ട്, MD സിമ്മനാജി അവിടെ പഠിച്ചു. അവിടെ ആ കോരയും പഠിച്ചത്. തോറ്റുപോയപ്പം ഈ മത്താച്ചന്റെ സഹായത്തോടു കൂടി പകുതി ഫീസാ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോര ചെന്ന് മെത്താച്ചന്റെ അടുക്കൽ ചെന്നു, കരഞ്ഞും കൊണ്ട് പറഞ്ഞു, ഞാൻ തോറ്റുപോയി. ഉടനെ തിരുമേനി എന്നാ പറഞ്ഞ്, മോനെ കരയണ്ട, മോൻ ഇങ്ങോട്ട് പോരെ, ഞാൻ എറമ്പാച്ചനാക്കി ഇവിടെ ഇരുത്തിക്കോളാം. കരയെന്നാ ഞാൻ പറഞ്ഞത്. എറമ്പാച്ചനാക്കി ഇവിടെ ഇരുത്തിക്കോളാം, അവനെ ഇവിടെ തന്റെ കൂടെ താമസിച്ചോളാം പറഞ്ഞു. ഇവിടെ വന്ന് പറഞ്ഞു അപ്പനോടും അമ്മയോടും ഇങ്ങനെ തിരുമേനി പറഞ്ഞ് എറമ്പാച്ചനാക്കി. മറ്റു പേരും വരെ പഠിപ്പിച്ചത് വലിയ പ്രയാസപ്പെട്ട് ഉദ്യോഗം കിട്ടുമെന്നും കണ്ട് പഠിപ്പിച്ചത്. എറമ്പാച്ചനായ എനിക്കൊരു പ്രയോജനം, അതുകൊണ്ട് അതിന് പോകുകയൊന്നും വേണ്ട. പിന്നെ ചെന്ന് പറഞ്ഞ എറണാകുളം പിന്നെയും പകുതി ഫീസോടെ ഒരു കൊല്ലം കൂടെ പഠിപ്പിച്ചു. സ്കൂൾ വന്നത് പാസ്സായി. അങ്ങനെയാണ് കോരയ്ക്ക് പഴയ കാലത്തെ പറഞ്ഞത് 3 ദിവസം കൊണ്ടാ തിരുവനന്തപുരത്തിന് പോകുന്നത്. അങ്ങനെ പുതുപ്പള്ളിക്കാരനായ ഒറ്റപ്പിലാക്കലെ OM ചെറിയാൻ അവിടെ ഹൈസ്കൂൾ ടീച്ചർ, കോര മിഡിൽ സ്കൂളിലെ സനാന മിഷൻ സ്കൂളുകാരുടെ ഒരു മിഡിൽ സ്കൂളിലെ മാസ്റ്റർ, OM ചെറിയാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മാസ്റ്റർ. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് ഈ 3 ദിവസത്തെ യാത്ര ചെന്ന് അവിടെ വെച്ച് കണ്ടപ്പം വലിയ ഇഷ്ടമായി. അങ്ങനെ ഇവർ തമ്മിൽ വലിയ സ്നേഹമായി. അങ്ങനെ ഞങ്ങളുടെ ഇടവകയും പുതുപ്പള്ളി, OM ചെറിയാനും പുതുപ്പള്ളിക്കാരാണ്. അപ്പം സ്വദേശിയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അവിടെ വെച്ചാ കൂടുതൽ പരിചയം വന്നത്. അങ്ങനെ ഇരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞു തന്നാള്. ഞാൻ 4ാം ക്ലാസ് ജയിച്ചു, 3ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റ് 1076 എന്ന ജനന 76 എന്നുള്ളത്. ഉടനെ കോരച്ചായം പറഞ്ഞു, എടാ കുര്യനും മർക്കോയും പഠിക്കുന്നു, അവർക്ക് ഫീസ് കൊടുക്കാൻ ഇല്ലാതെ വിഷമിക്കുകയല്ലേ. നീ ഇപ്പം പ്രത്യേക ക്ലാസ്സിലോട്ട് പോയാൽ 2,500 രൂപയോ മറ്റോ ഫീസ് കൊടുക്കണം. അവരുടെ ഫീസും നിന്റെ ഫീസും എല്ലാം കൂടി എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് നീ മലയാളം പഠിച്ചാൽ മതി. മലയാളം 5ഉം 6ഉം 7ഉം വരെ പഠിച്ചിട്ട് 7ാം ക്ലാസ് ജയിക്കുമ്പം സെക്കൻഡ് ഫോമിൽ കൊണ്ട് ചേർക്കാം. സെക്കൻഡ് ഫോമിൽ ചേർന്നാൽ പിന്നെ നിനക്ക് മാട്രിക്കുലേഷൻ വരെ പഠിക്കാം. അതുകൊണ്ട് നിന്റെ ജനനത്തീയതി 76 എന്നുള്ളത് 78 എന്നാക്കി തരാൻ ഹെഡ്മാസ്റ്ററോട് പറയാമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തിരികെ എൻ്റെ തന്നു. ഞാൻ അതും കൊണ്ട് ഇട്ടിക്കുഞ്ഞാശാനെന്ന് പറഞ്ഞ വള്ളത്തോണ്ടിക്കാരുടെ അങ്ങനെ പറയാം ഇട്ടിക്കുഞ്ഞാശാൻ താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആശാൻ അടുക്കൽ ചെന്ന് ആശാനോട് പറഞ്ഞു, ആശാൻ ഞാൻ കോരച്ചായൻ പറഞ്ഞു ഇവർ 76 എന്നുള്ളത് 78 എന്നാക്കി തരണമെന്ന്. ഇട്ടിക്കുഞ്ഞാശാൻ ആ കളർന്ന് വെച്ചോണ്ട് പോയി. 6 എന്നുള്ളത് ഇങ്ങനെ 8 എന്നാക്കി ആ പേന എഴുത്. ആരും അറിഞ്ഞില്ല, അവിടെ റെക്കോർഡ് തിരുത്തിയിട്ടില്ല. ഇട്ടിക്കുഞ്ഞാലും തിരിച്ചു തന്നു. ഞാൻ അതും കൊണ്ട് ഇവിടെ വന്നു കൊണ്ടുപോയി പഠിച്ച. അങ്ങനെയാണ് ഞാൻ 7ാം ക്ലാസ് 91 ആണ്ടാ 7ാം ക്ലാസ് ജയിച്ച് പഠിക്കുന്നത്. ഞാൻ 91 മീനത്തിലാണ് 7ാം ക്ലാസ് പരീക്ഷയ്ക്ക് കൂടിയത്. അത് ജയിച്ചു 91 കഴിഞ്ഞ് 92 ഇളവം ആയപ്പം ഞാൻ 7ാം ക്ലാസ് ജയിച്ചു. 7ാം ക്ലാസ് ജയിച്ചപ്പം OM ചെറിയാൻ ഉദ്യോഗം കിട്ടി. അങ്ങ് തെക്കൻ റേഞ്ചും വടക്കൻ റേഞ്ചും തിരുവിതാംകൂറിന് 2 റേഞ്ചായിട്ട് വെച്ചിരിക്കുക. ഒരു ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 2 റേഞ്ചാണ്. വടക്കൻ റേഞ്ച്, തെക്കൻ റേഞ്ച്. തിരുവിതാംകൂറിനെ അങ്ങനെ 2ആയിട്ട് തിരിച്ചിരിക്കുക. തെക്കൻ റേഞ്ചിന്റെ ആഫീസ് തിരുവനന്തപുരം, വടക്കൻ റേഞ്ചിന്റെ ആഫീസ് കോട്ടയം. അങ്ങനെ കോട്ടയത്ത് OM ചെറിയാൻ കോട്ടയത്ത് ഇൻസ്പെക്ടറാണ്. കോരച്ചാൻ അങ്ങനെ മാറി കോട്ടയം CMS സ്കൂളിലെ മിഡിൽ സ്കൂളിൽ ടീച്ചറായിട്ടും വന്നു. ടീച്ചറായിട്ടും വന്ന് അങ്ങനെ ഇരിക്കുമ്പം
ഞാൻ 7ാം ക്ലാസ്സിൽ ജയിച്ചല്ലോ. ഉടനെ കോലച്ചാൻ പറഞ്ഞ ഓയഞ്ചൊറിയാണ് എൻ്റെ അനുജൻ 7ാം ക്ലാസ്സിൽ ജയിച്ചെന്ന്. ഇത് കേട്ട വാതി കേൾക്കാത്ത വാതി എന്നെ അപ്പം അന്നേരം പറഞ്ഞു, എടാ അത് തൊടുപുഴ സ്കൂളിൽ ഒരു ഒഴിവുണ്ട് വേണേ നിയമിക്കാമെന്ന് പറഞ്ഞു. ഉടനെ കോലച്ചാൻ പറഞ്ഞു, അയ്യോ തൊടുപുഴയൊന്നും അമ്മച്ചയുടെ മകനോട് വലിയ ഇഷ്ടമാണ് അമ്മയ്ക്ക്, അതുകൊണ്ട് എന്നാൽ പിന്നെ മടി വെച്ചോളാൻ പറ എന്ന് പറഞ്ഞ് വെറുതെ കൊടുക്കും. അടുത്ത ദിവസം 92 കന്നി 20-ാം തീയതി ആയപ്പോൾ 10 രൂപ ശമ്പളത്തിൽ എന്നെ മറിയപ്പള്ളി കൊട്ടാരൻ, ഇവിടെ മറിയപ്പള്ളി ഇവിടെ അടുക്കല പാക്കിത് അടുക്കല മറിയപ്പള്ളി കൊട്ടാരത്തിലെ മുമ്പിൽ ഒരു പ്രൈമറി സ്കൂളുണ്ട്, അതിൽ ടീച്ചറായി 10 രൂപ ശമ്പളത്തിൽ സ്ഥിരം ആയിട്ട് നിയമിച്ചിരിക്കുന്നു. അത് അന്നാള് പറഞ്ഞു, അങ്ങനെ സ്ഥിരമായിട്ട് നിയമിച്ചിരിക്കുക, അതാണ് പകരം പോലും അല്ല. ആ അപ്പം നമ്മുടെ എന്റെ വല്യപ്പച്ചന്റെ സ്വഭാവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയാന്റെ കഥ പറഞ്ഞാൽ നമ്മുടെ കൊച്ചിക്കോരയെ കണ്ടാൽ സുന്ദരനാള്, അത് സുന്ദര രൂപമാണ്. അവിടെ നല്ല വെളുപ്പായിരുന്നു, നല്ല ഈശോയും വെളുവനായിരുന്നു. അപ്പൻ അത്രയ്ക്ക് നിറയില്ല, അപ്പൻ എന്റെ നടനേവും തോമന്. അപ്പം മറ്റു ചിലരെല്ലാം അമ്മയുടെ നിറക്കാരില്ല ആലകളാണ്, ചിലർ മാത്രം അവരാരും ഞാനും മാനിയും തിരിച്ച നിറം മാറ്റമുണ്ട്. കുര്യനും മറ്റോരും ഒക്കെ വെളുപ്പവരാ. ആ കോരച്ചായൻ കുടുംബത്തിന് വേണ്ടി ഈ അപ്പൻ അങ്ങനെ ഇരിക്കുമ്പോ അപ്പൻ ഇങ്ങനെ ഷാപ്പിൽ പോയി കുടിക്കുമായിരുന്നു വല്ലപ്പോഴും ഒക്കെ പോകുന്നത്. അപ്പൊ കോരച്ചായൻ പറഞ്ഞു വാദ്യാരായപ്പോഴേ ചാച്ചൻ കള്ള് ഷാപ്പിൽ കുടിക്കാൻ പോകരുത്, ഞാൻ വാദ്യാരുണ്ട്, വാദ്യാരുടെ മകനായ അഞ്ച് അപ്പം കുടിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ഷേപമാണ്, അതുകൊണ്ട് ചായം കുടിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് 1 പൊതി ചക്കരയും കുറെ കാപ്പിക്കുഴിയും കൊണ്ട് മേടിച്ചു കൊടുത്തു. കോര മേടിച്ചു കൊടുത്തേച്ചു പറഞ്ഞു, അപ്പച്ചന് അപ്പൻ ഈ സമയത്തിന് 4 മണിക്ക് എന്നും കാപ്പി ഉണ്ടാക്കി കൊടുക്കണം. അന്നേരം വല്ലതും സൗകര്യമുണ്ട് ഒന്ന് തിന്നാനും ഉണ്ടാക്കി കൊടുത്താൽ പുള്ളി അമ്മയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഈ കാപ്പിക്കുരുവും ചക്കരയും കൊടുത്തപ്പോൾ പിന്നെ അമ്മയ്ക്ക് പിന്നെ സംശയം വല്ലതുണ്ട്. അമ്മയ്ക്ക് അപ്പനോട് ഇതിന് 10 11 മക്കളുണ്ടോ ആയ അപ്പനാ. അപ്പൊ അപ്പനോട് അമ്മയ്ക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അസാധ്യ സ്നേഹമല്ലേ അപ്പനും അമ്മയും. അങ്ങനെ അപ്പനെ കാപ്പി കൊടുക്കുമായിരുന്നു, അമ്മയെ കാപ്പി ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഞാൻ അപ്പന് ഇങ്ങനെ ജോലി എടുക്കാൻ പോയി. അപ്പൻ ഈ കാപ്പി കൊടുക്കുമ്പം പലഹാരം വല്ലതും ഉണ്ടെങ്കിൽ അപ്പനൊരു കടലാസ് എടുത്ത് പൊതിഞ്ഞു കിട്ടുക. ഉടനെ അമ്മ ചോദിക്കും, എന്തിനായി പൊതിഞ്ഞു കിട്ടും? പൊതിഞ്ഞു കേട്ടാണ്ട കൊടുക്കണം, അത് അറിയാം എന്തിനാ പൊതിഞ്ഞു കിട്ടുമെന്ന്. എനിക്ക് തരാൻ, ഞാൻ പള്ളിക്കൂട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് തരാൻ അവിടെ പാകത്ത് വെക്കാം. ഓലക്കെട്ട അന്ന് വരാം, പനയോല കെട്ടിയിരിക്കുന്നത്. പനയോല കെട്ട് ഒരാണ്ടിൽ കെട്ടിയാൽ പിന്നെ 3-ാം ആണ്ടിലാണ്, അടുത്ത ആണ്ടിൽ കെട്ടുകയില്ല, പിന്നെ 3-ാം ആണ്ടിലാണ് പൊളിച്ച് കെട്ടുന്നത്. അപ്പൊ 3-ാം ആണ്ടിൽ ഒരാണ്ട് പൊളിച്ച് കെട്ടി വന്നപ്പോഴേ ഈ പനയോലക്കകത്തിരിക്കുന്ന ഒരു പൊതി അത് പൂത്ത് കെട്ടായിരിക്കുന്നു. 3 കൊല്ലമായിട്ട് പലഹാരം പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുക എനിക്ക് തരാനുള്ളത്. അതവിടെ പൂത്ത് കെട്ടായിരിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നില്ല. അപ്പന് ജോലിക്കാരൊക്കെ അങ്ങനെ പോയി, ഞാൻ പള്ളിക്കൂട്ട് ഉപയോഗിച്ച് വന്നു. ഞാൻ അപ്പൻ എടുത്തു തരാൻ മറന്നുപോയി. അത് അവരിത് പൂത്ത് കെട്ടി അത് പൊളിച്ചു വന്നപ്പോഴാ പൊളിക്കുന്നവരാണ് ഇത് കണ്ടിച്ച് പറയുന്നത്. അന്നേരം അമ്മ പറയുന്നത് മകന് കൊടുക്കാൻ വെച്ചതാ. ഈ അമ്മയുടെ പറയുന്നത് അങ്ങനെയാ. മർക്കാച്ചായൻ അവിടെ വളർന്നുകൊണ്ട് അവിടെ സ്ഥലം മേടിച്ച് അവിടെ പെരയിൽ താമസിക്കുകയാണ്. അപ്പൊ അമ്മ ഇവിടെ നിന്ന് ചിലപ്പം അങ്ങോട്ട് പോകും. മക്കള് ഒരാൾ നേപ്പാള പറമ്പ്, ഒരാൾ ഇവിടെ, അങ്ങനെ എല്ലാവരും നിരന്നല്ലേ താമസിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ടൊന്ന് പോകും ആ വീട്ടിലോട്ട്. അമ്മ അങ്ങോട്ട് ചെന്നതല്ലേ. അപ്പം മർക്കാച്ചായന് ജോലിയുണ്ട്. മർക്കാച്ചായന്റെ ഭാര്യ ടീച്ചർ, അവളും ടീച്ചറാണ്, 7ാം ക്ലാസ് ജയിച്ച ഒരു ടീച്ചർ, ഗവൺമെന്റ് സ്കൂളിൽ വാദ്യാര അവളും. അപ്പം മർക്കാച്ചായന് മുനിസിപ്പൽ ബോർഡിൽ ക്ലർക്കാം. മർക്കാച്ചായൻ കോട്ടയം മുനിസിപ്പൽ ബോർഡിൽ ക്ലർക്കാം. കോരച്ചായൻ CMS സ്കൂളിലെ വാദ്യാരുണ്ട്,
അങ്ങനെ ഇപ്പൊ മാറ്റം മുനിസിപ്പൽ ഉണ്ടോ കോട്ടയത്തില അന്ന് മുനിസിപ്പന്മാർക്കൊക്കെ നിയമിക്കാം സ്വഭാവമൊക്കെ എങ്ങനെയുണ്ടാവും അത് പറയാം. അങ്ങനെ അപ്പം ഇപ്പൊ ഈ കോളേജാന്റെ കാര്യം ഈ പറയുന്നത് അന്ന് CMSലെ ടീച്ചറല്ലേ അവിടുത്തെ സാഹിബിന്റെ പേര് ആസ്കുത്ത് സാഹിബ് എന്നാ. ആസ്കുവിത്ത് എന്ന ആസ്കുവിത്ത് സാഹിബ. ആ സാഹിബിനെ കോലച്ചാണ്ട് വലിയ ഇഷ്ടമാണ്. ആള് വലിയ അസാധ്യം എടുക്കുന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് കോലച്ചാണ്ട് വലിയ ഇഷ്ടമാണ് സാഹിബിനും. അപ്പൊ സാഹിബ് പറഞ്ഞു എന്റെ അനുജൻ കുര്യൻ ജയിച്ചത് അവന് ഇവിടെ മ്യൂസിക്കൽ ടീച്ചറാക്കി കൊടുക്കണം. ഉടനെ അവന് കൊടുത്തു. ഒരു എഴുതി തരാൻ പറഞ്ഞു. മാറ്റം മുനിസിപ്പിന് കൊടുക്കാൻ. മാറ്റം മുനിസിപ്പിന് കൊണ്ട് എടുത്തു കൊടുത്തു. മാറ്റം മുനിസിപ്പൽ മൽക്കാച്ചായനെ ക്ലർക്കായിട്ട് നിയമിച്ചു. അപ്പൊ മൽക്കാച്ചായൻ ക്ലർക്കായി, കുര്യച്ചായൻ അവിടുത്തെ മിഡിൽ സ്കൂൾ ടീച്ചറായി, കോരച്ചായൻ നമ്മുടെ മിഡിൽ സ്കൂളിലെ സീനിയർ ടീച്ചറാ. അങ്ങനെ അവരൊക്കെ ജോലിയൊക്കെ ആയി. ജോലിയൊക്കെ ആയി ഒക്കെ ജീവിക്കുക. കോരയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അയാൾ അസാധ്യം എടുക്കണം സാമർഥ്യമുള്ളവനും ആയിരുന്നു. അത് പറയാൻ തിരുവനന്തപുരത്ത് വെച്ച് വലിയൊരു നാടകം നടക്കുന്നു. നാടകം ഇയാളെ കണ്ടാൽ നല്ല സുന്ദരനല്ലേ, യോഗ്യനല്ലേ. ഈ നാടകത്തിൽ രാജാപ്പാറാണ് കോര. പാട്ട് പാടാനും ഒക്കെ മിടുക്കണ, നല്ല മിടുക്കണ കോര. കണ്ടാലും യോഗ്യന. പ്രകൃത എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാ. അപ്പൻ ഈ കോരയോടുള്ള സ്നേഹത്തിന് കയ്യും കണക്കുമില്ല. തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുമ്പം ഇങ്ങനെ മിറ്റത്തൂടൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പൻ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അങ്ങനെ ആ അപ്പനും വലിയ സന്തോഷമായിരുന്നു കോരച്ചായനോട്. സമൂഹത്തിലെ സ്ഥാനം ടീച്ചറായിട്ട് പിന്നെ പലരിതൊക്കെ പ്രസംഗിക്കൂടെ ചെയ്യാമായിരുന്നു. ഇച്ചിരി മിടുക്കനായിരുന്നു കോലച്ചായന്. അങ്ങനെ അവിടെയായി തിരുവനന്തപുരത്തെ മീറ്റിംഗ് നടക്കുക. രാജാപ്പാട. അപ്പൊ രാജാപ്പാടിനകത്ത് നാടകം കാണാൻ ആരെല്ലാം വന്നു. ശ്രീമൂലം തിരുനാള് പോലും നാടകം കാണാൻ വന്നിട്ടുണ്ട്. അന്ന് മെത്രാനായിരുന്നു ആള് പോലും നാടകം കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നിലനിൽക്കുക. കാറ്റ് പറച്ചല്ലേ നാടകം നടക്കുമ്പോൾ കോരച്ചാൻ രാജാപ്പാടത്ത് കെട്ടിയാ വരുന്നത്. ഒക്കെ വലിയ തൊഴിൽ അങ്ങനെ എന്നോട് ചോദിക്കും. തിരുമേനി ഇരിക്കുമ്പോൾ അവിടെ ചെന്ന് തിരുമേനിയുടെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി കൈമുട്ടിയ ചാണ വേഷം കെട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ പോയി കൊള്ളെ കൊടുക്കും. നാടകം എല്ലാം കഴിഞ്ഞ് അവസാനം ഇങ്ങോട്ട് വന്ന് പിന്നെയും മുട്ടുകുത്തി കൈ മുത്തിയപ്പോൾ തിരുമേനി അങ്ങ് ഉയർന്നു പോയി. അറിയാതെ തിരുമേനി അങ്ങ് ഇങ്ങനെ ഒരു മനുഷ്യൻ രാജാപ്പാട്ട് കെട്ടിയ ആള് തിരുമേനിയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി തലവണങ്ങി നിൽക്കുമ്പോൾ തിരുമേനി കൈ പൊക്കി വെച്ച് ദൈവം നിന്നെ ഈ രാജാവിനെ അനുഗ്രഹിക്കട്ടെ കുറക്കെ ഒരു പറച്ചിൽ. എല്ലാരും തിരുവനന്തപുരത്ത് അതെങ്ങനെ അപ്പച്ചനറിഞ്ഞു? അത് പറയുന്നത് കേട്ടു. ഉണ്ടായ സംഭവമല്ലേ. അങ്ങനെ കോരച്ചായന് അത് അനുഗ്രഹം കിട്ടിയ ഒരാളാണ്. ആ തിരുമേനിയുടെ അനുഗ്രഹം അദ്ദേഹത്തെ തന്നെയെന്നല്ല മനുഷ്യനാണ്. ഇപ്പൊ അനുഗ്രഹം